ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ടിൻഡു. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ മാൽദീവ്സിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഞാൻ വരുന്നത് മാനന്തവാടിയിൽ നിന്നാണ്. എനിക്ക് വലിയ കുറേ സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. അത് പറയാൻ സാധിച്ചതിന് ദൈവത്തിനും മാതാവിനും ഒരുപാട് നന്ദി. ദൈവത്തിന് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. 2019 ഡിസംബർ മുതൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഈ മോളും കാനഡയ്ക്ക് പോകാനുള്ള പ്രോസസ്സ് തുടങ്ങിയായിരുന്നു. PR ആയിരുന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം സ്കോറൊക്കെ ഉണ്ടായിരുന്നു. മാൽദീവ്സ് എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. മുസ്ലിം രാജ്യമാണ്. അപ്പം മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ പള്ളിയും പ്രാർത്ഥനയൊക്കെ ഉള്ളൊരു സ്ഥലത്തോട്ട് മാറണമെന്ന് അതിയായ ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ കാനഡയെ സെലക്ട് ചെയ്തത്. പക്ഷേ 2019 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 21 കഴിഞ്ഞു, PR ഒന്നും ആയില്ല. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ആ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റായി നാട്ടിൽ വന്നപ്പോൾ എൻ്റെ കസിൻ വഴി സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ ചേച്ചി കിട്ടുമെന്ന് പറഞ്ഞത്. അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് 2022 മാർച്ച് 6 എനിക്കൊരു മോനുണ്ടായി. അപ്പോൾ എനിക്ക് IELTS എഴുതാൻ പറ്റാത്തത് കൊണ്ട് ഹസ്ബൻഡ് പ്രസവത്തിന് വന്നപ്പോൾ IELTS എഴുതുകയും ഞങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടുകയും അങ്ങനെ ഞങ്ങൾക്ക് കാനഡയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതിനുശേഷം ജൂലൈ 7 തീയതി ഞങ്ങൾ ഫസ്റ്റ് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. ഫാമിലി ആയിട്ട് ഞങ്ങൾ 4 പേരും കൂടെ 4 മാസത്തോളം വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വിസ റിജക്ഷൻ വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, നമ്മൾക്ക് അത്യാവശ്യം മെറിറ്റൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എന്തുകൊണ്ടത് നഷ്ടമായി എന്നറിയത്തില്ല. അപ്പോൾ ഏജൻസി പറഞ്ഞു നിങ്ങൾക്ക് എന്തായാലും കിട്ടും, നിങ്ങളൊന്നും കൂടെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൃപാസനത്തെക്കുറിച്ച് എൻ്റെ മദർ-ഇൻ-ലോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ അമ്മ പറയും എനിക്കിങ്ങോട്ട് വരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ പറയും അമ്മ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും കണക്കല്ലേ, മാതാവല്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന്. ഞാൻ ഇതുവരെ ഇത്രയും കാലമായെങ്കിലും ഞാനൊരു കൃപാസനം പത്രം നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, അവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വെക്കേഷന് വരുന്ന സമയത്ത് ഞങ്ങളിതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ അമ്മയൊക്കെ പറയുന്ന കേട്ട് ഡിസംബറിൽ ഞാനൊരു ഒക്ടോബറിൽ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഒക്ടോബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും കിട്ടും, കാരണം ഉടമ്പടി എടുത്തത് എല്ലാവർക്കും വിസയൊക്കെ കിട്ടുന്നതാണല്ലോ. പക്ഷേ റിജക്ഷൻ വന്നു. 2 നവംബറിൽ വീണ്ടും സബ്മിറ്റ് ചെയ്തു, വീണ്ടും റിജക്ഷൻ വന്നു. അങ്ങനെ ഞാനപ്പോൾ പ്രാർത്ഥിച്ചു, മാതാവേ ജനുവരി 18 തീയതി എൻ്റെ ഓൺലൈൻ ഉടമ്പടിയുടെ കാലാവധി തീരുവാണ്. മാതാവ് എന്നെ ഇവിടെ എത്തിക്കുവാണെങ്കിൽ ഭയങ്കര എൻ്റെ കയ്യിലൊരു കാശ് രൂപമോ എൻ്റെ കയ്യിലൊരു ഉടമ്പടി വസ്തുക്കളൊന്നുമില്ല. എന്നെ എങ്ങനെയെങ്കിലും മാൽദീവ്സിൽ നിന്ന് ജനുവരി 18 ഇവിടെ എത്തിക്കുമായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു. കറക്റ്റ് ജനുവരി 18 തീയതി 7.5 വർഷങ്ങൾ മാൽദീവ്സിൽ നിന്നിട്ട് ഒരു എമർജൻസി ലീവ് പോലും എടുക്കാത്ത എന്നെ ജനുവരി 16 തീയതി പ്രിൻസിപ്പളിനോട് ചോദിക്കുകയും പ്രിൻസിപ്പൾ ഞങ്ങൾ സാധാരണ അവിടെ നിന്ന് വരണമെങ്കിൽ ഒരു 25,000 രൂപയോളം പൈസ കെട്ടി വെച്ചിട്ട് വേണം വരെ. അതൊന്നും ഇല്ലാതെ സാറ് പറഞ്ഞു, എനിക്കൊരു കൈവേദന പെട്ടെന്ന് വന്നു. സാറ് പറഞ്ഞു മിസ്സ് പോയിക്കോളൂ. ഞാനങ്ങനെ അവിടുന്ന് പോന്നു. വരുന്ന വഴിക്ക് പെട്ടെന്നായതുകൊണ്ട് കയ്യിൽ ക്യാഷൊന്നും അധികം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയായിരിക്കും, ഒരു ദ്വീപാണ്. ദ്വീപിൽ നിന്ന് വേറൊരു ദ്വീപിലോട്ട് പോകുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അതിന് ലോഞ്ച് പൈസ തന്നെ വരും 10-15,000 രൂപ. ആ 15,000 ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ എല്ലാം കൂടി ആകുമ്പോൾ ഒരുപാട് പൈസ വരും. മാതാവ് ഇടപെട്ട് ലോഞ്ച് എനിക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് പോരാൻ പറ്റി. അവിടെ ഒരു അക്കോമഡേഷൻ വേണമായിരുന്നു, കാരണം ഞാൻ വരുന്നത് എൻ്റെ കുഞ്ഞു മോനെയും കൊണ്ടാണ്. 7-8 മാസമുള്ള മോനെയും കൊണ്ടാണ് വരുന്നത്. അവിടുത്തെ അക്കോമഡേഷൻ ഫ്രീ ആക്കി കിട്ടി. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ഇവിടെ എത്തി, തിരുവനന്തപുരത്ത് വന്നു. ഇവിടെയെല്ലാം വരുന്ന വഴിയിലെല്ലാം എന്നെ ഇങ്ങനെ ആരോ മുന്നോട്ട് പോകും എന്നെ ആരൊക്കെയോ സഹായിക്കുന്ന പോലെ തോന്നി. ഞങ്ങളിവിടെ 7 മണിയായപ്പം ജനുവരി 19 തീയതി 7 മണിക്ക് ഇവിടെ എത്തി. മോൻ ഇത്രയും ഇതുപോലെ ക്രൗഡായിരുന്നു, അതുകൊണ്ട് മോൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എങ്കിലും ഞങ്ങൾ 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നടത്തി. ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി എഴുതി, പക്ഷേ എൻ്റെ മോൻ്റെ കരച്ചിൽ കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. ഞാൻ 10 ദിവസത്തെ ലീവിനാണ് വന്നത്. വളരെ സങ്കടത്തോടെ ഞാൻ പോയി. അപ്പോഴും ഞങ്ങൾക്ക് വിസയൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞാൻ നാട്ടിൽ പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു കെട്ട് പത്രത്തിന് 4 കെട്ട് പത്രം 10 ദിവസം ഉണ്ടല്ലോ, എനിക്ക് അത്യാവശ്യം എല്ലായിടത്തും കൊടുക്കാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ 4 കെട്ട് പത്രവും
എൻ്റെ ഈ മോനും ഒരു ലോഡ് ലഗേജും എൻ്റെ ചേട്ടായിയുമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. പോകുന്ന വഴിക്ക് എല്ലാവർക്കും കൊടുത്തു, കാണുന്നവർക്കൊക്കെ കൊടുത്തു, വീടിൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ എല്ലാവരും എന്നെ പുച്ഛിച്ചു, ഇത്രയും വിദ്യാഭ്യാസമുള്ള നീ പോലും ഇതിനിറങ്ങി തിരിച്ചേക്കുവാണോ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അങ്ങനെ ഡിസംബർ 22-ാം തീയതി വീണ്ടും 3ാമത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. ആ സമയത്ത് ഹസ്ബൻഡ് മാത്രമാണ് അപ്ലൈ ചെയ്തത്. അങ്ങനെ മുന്നോട്ട് പോയി. ജനുവരി ആയി. ഡിസംബറിൽ അപ്ലൈ ചെയ്തവർക്കും ജനുവരി അപ്ലൈ ചെയ്തവർക്കും ഫെബ്രുവരി അപ്ലൈ ചെയ്തവർക്കൊക്കെ വിസ കിട്ടി. ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വിസ കിട്ടാൻ തുടങ്ങി. എനിക്കൊഴികെ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിക്കൊഴികെ ബാക്കി എല്ലാവർക്കും വിസ കിട്ടാൻ തുടങ്ങി. എല്ലാവരും പറയും, ചേച്ചി പ്രാർത്ഥിക്ക് കിട്ടുമെന്ന്. എനിക്ക് മാത്രം കിട്ടുന്നില്ല, ഞങ്ങൾക്ക് മാത്രം കിട്ടുന്നില്ല, ബാക്കി എല്ലാവർക്കും കിട്ടാൻ തുടങ്ങി. എങ്കിലും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ എനിക്കറിയായിരുന്നു ഈ പ്രാവശ്യം മാതാവ് എന്നെ കൈവിടില്ലെന്ന്. അങ്ങനെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, മാർച്ച് 6-ാം തീയതി എൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഞങ്ങൾ 3-4 വർഷമായി കാനഡ വിസയ്ക്ക് ട്രൈ ചെയ്യാം. ഇന്ന് ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ഇനി മാതാവുമായിട്ടുള്ള ബന്ധം ഞാൻ നിർത്തും. കാരണം ഞാൻ പ്രാർത്ഥിച്ച എല്ലാവർക്കും കിട്ടി, മാതാവ് എനിക്ക് മാത്രം എന്താ തരാത്തെ. മാർച്ച് 6-ാം തീയതി രാത്രി 11:30-11:45 ഞങ്ങൾക്ക് മെയിൽ വന്നു, എൻ്റെ ഹസ്ബൻഡിന് വിസ. മാർച്ച് 7 ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല. മാതാവ് എനിക്ക് വേണ്ടി മാർച്ച് 6-ന് ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് വിസ വന്നു. അങ്ങനെ ഹസ്ബൻഡ് ഏപ്രിൽ 21-ന് പോയി. അതിനുശേഷം ഏജൻസി വഴി അപ്ലൈ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും ചെയ്യണമെങ്കിൽ വീണ്ടും പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഓൾറെഡി 10-15 ലക്ഷം ഫണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം റിലീസ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഈ പ്രാവശ്യം മാതാവ് തരും, നമുക്ക് സ്വന്തം അപ്ലൈ ചെയ്യാം, നിങ്ങളെന്തായാലും പോയിക്കോളൂ, ഞാനും മക്കളും ഞാൻ സ്വന്തം അപ്ലൈ ചെയ്ത് മാതാവ് തരും. ഞാനങ്ങനെ ഏപ്രിൽ 7-ന് അപ്ലൈ ചെയ്തു. മെയ് 21-ന് ഞങ്ങൾക്ക് 3 പേർക്കും വിസ വന്നു. ഏജൻസി ഇല്ലാതെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് മാതാവ് ഞങ്ങൾക്ക് തന്നു. ഈ ജൂലൈ 4-ാം തീയതി ഞാനും എൻ്റെ 2 മക്കളും കൂടെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 4 വർഷങ്ങൾക്ക് ഓൾമോസ്റ്റ് 4 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ആ ഡ്രീം അച്ചീവായി. ഇന്നലെയാണ് എനിക്ക് വിസ അടിച്ച് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഞാനത് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു, മാതാവിനോട് നന്ദി പറഞ്ഞു. 2ാമതായി ഈ ഉടമ്പടി കാലഘട്ടത്തിലാണ് എൻ്റെ മകന് ഫിക്സ് വന്നത്. മോളും ഹസ്ബൻഡും വിസ വന്ന് മാർച്ച് 10-ാം തീയതി അവിടുന്ന് പോന്നു. ഞാനും മോനും മാത്രമേ ഉള്ളൂ. ഞാൻ റിസിഗ്നേഷൻ പീരീഡിലായിരുന്നു. റിസൈൻ പീരീഡിൽ നിൽക്കുമ്പോൾ മോന് പെട്ടെന്ന് ഫിക്സ് വന്നു. ആദ്യമായിട്ടാണ് ഞാൻ പിള്ളേർക്ക് ഫിക്സ് വരുന്ന കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. അത് പ്രൊലോങ്ഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ 10 മിനിറ്റിന് മേലെയുള്ള ഫിക്സ്. അൺകോൺഷ്യസ് ആയി, മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, കണ്ണൊരു സ്ഥലത്തോട്ട് ഒരനക്കവും ഇല്ല. ഞാൻ പേടിച്ചു പോയി. നിങ്ങൾക്കറിയാം, അയൽവക്കത്തുള്ളൊരു പ്രെയർ ടൈമാണ്. അവർക്ക് മുസ്ലിംസിന് പ്രെയർ ടൈമിലൊന്നും ആരും പുറത്തുണ്ടാവില്ല. ഞാൻ ഓടി കൊച്ചിനെയും കൊണ്ട് പോയി. വാതിൽ മുട്ടി, അവർ തുറന്നില്ല. ഞാൻ ചവിട്ടി തുറന്നു. ഞാൻ അവിടെ ബോധം കെട്ടുപോയി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മോന് വീണ്ടും ഫിക്സ് വന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിക്സ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ ഐലൻഡിൽ നിന്ന് വലിയൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഓൾമോസ്റ്റ് പൈസ 2 പേരുടെ സാലറിയിൽ നിന്ന് ഒരാളുടെയിലോട്ട് വന്നപ്പോൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലോഞ്ചൊക്കെ വിളിക്കണമെങ്കിൽ 10-20,000 രൂപ വരും. പിന്നെ മോന് മെഡിക്കൽ ഇല്ലായിരുന്നു, ടൂറിസ്റ്റിൻ്റെ എമൗണ്ടാണ് വരേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഹസ്ബൻഡ് കാനഡയിൽ, എൻ്റെ പാരൻസും ഹസ്ബൻഡിൻ്റെ പാരൻസിനോടൊന്നും ഞാൻ പറഞ്ഞില്ല. മോന് ജസ്റ്റ് ഒരു പനി വന്നതേ ഉള്ളൂ. പക്ഷേ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് അവരോട് പറയാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ അവരോട് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എൻ്റെ അടുത്ത് തേനും ഉപ്പും തൈലവും ഒക്കെ ഉണ്ടല്ലോ, മാതാവിൻ്റെ കാശുരൂപം ഉണ്ടല്ലോ. മുസ്ലിം രാജ്യമായതുകൊണ്ട് ഒരു മാതാവിൻ്റെ ഫോട്ടോയോ ഒരു കാശുരൂപമോ ഒരു കൊന്തയോ ഒന്നും മറ്റുള്ളവർക്ക് പബ്ലിക്കായിട്ട് കാണിക്കാൻ ആ രാജ്യത്ത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് ഞാൻ വിചാരിച്ചു, എന്തും വരട്ടെ, മോനാണല്ലോ ഏറ്റവും വലുത്, ഇവർ പിടിക്കുവാണെങ്കിൽ പിടിക്കട്ടെ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തലേണേൻ്റെ അടുത്ത് വെച്ച് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും കൊച്ചിന് കൊടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു, മലയാളികളായ നേഴ്സുമാരടക്കം പറഞ്ഞു, കൊച്ചിനെയും കൊണ്ട് ഇനി ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല, വൈകുന്നേരം വരെ നോക്കാം, മാതാവ് എന്നെ രക്ഷിക്കും. പറഞ്ഞ പോലെ തന്നെ മാതാവ് എന്നെ രക്ഷിച്ചു. എൻ്റെ മോന് പിന്നെ ഫിക്സ് വന്നില്ല. കൊച്ചിനിപ്പോൾ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കറിയാമായിരിക്കും, ഒരമ്മ തന്നെ ഒരു രാജ്യത്ത് തന്നെ അകപ്പെട്ടു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് വേറൊരു രാജ്യത്ത്, മകൾ ഇന്ത്യയിൽ
ഞാൻ മാലദ്വീപ്സിൽ ഒരുപാട് അനുഭവിച്ചു, ഒരുപാട് സങ്കടം തോന്നി. പക്ഷേ ഈ റിസൈൻ പീരീഡ് 3 മാസത്തേക്കാണ്. എനിക്ക് തോന്നുന്നു മാതാവ് എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എൻ്റെ മോന് ഫിക്സ് വന്നതായിരിക്കും. ഫിക്സിൻ്റെ കാരണത്താൽ ഡോക്ടർ പറഞ്ഞു, റെഫർ ചെയ്തതുകൊണ്ട് ടിൻറ്റുവിന് എത്രയും പെട്ടെന്ന് നാട്ടിൽ ഇന്ത്യയിൽ എത്തണം എന്ന് പറഞ്ഞു. ഞാൻ മോനെ കൊണ്ട് ഞാൻ പ്രിൻസിപ്പാളോട് ചോദിച്ചു, പുള്ളി സമ്മതിച്ചു. ഞാൻ ആക്ച്വലി എൻ്റെ ലീവ് റിസിഗ്നേഷൻ പീരീഡ് ജൂൺ 20 ജൂൺ 20 മുമ്പ് തന്നെ എനിക്കിവിടെ വരാൻ പറ്റി, നാട്ടിൽ വരാൻ പറ്റി, എല്ലാവരെയും കാണാനും പറ്റി. കൊച്ചിൻ്റെ കാര്യം ഇപ്പോൾ കൊച്ചിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ഒരു കാര്യം നടന്നു. ഇതാണ് എനിക്ക് അടുത്ത സാക്ഷ്യം. ഞാൻ പിന്നെ എങ്ങനെയാണ് കൃപാസന മാതാവിലോട്ട് വിശ്വാസം വന്നതെന്നും കൂടെ പറയാം. ഓൺലൈൻ ഉടമ്പടി എടുത്തത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വിസ കിട്ടാനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നവംബർ 1 ഞങ്ങളുടെ സ്കൂളിലോട്ട് ഒരു പുതിയ സാറ് വന്നു ഇന്ത്യയിൽ നിന്ന്. നവംബർ 5 സാറ് ജയിലിലാവുകയാണ് പീഡനത്തിൻ്റെ കേസിൽ. അതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണെന്ന് തന്നെ പറയാം. സാറ് പാവം, സാറിന് അതൊന്നും അറിയില്ലായിരുന്നു. മുസ്ലിം രാജ്യമായതുകൊണ്ടും വിദേശിയായതുകൊണ്ടും 14 വർഷം തടവ് ഉറപ്പാണ്, പുറത്തിറങ്ങില്ല. എന്ത് ചെയ്യുന്നറിയില്ല. ഞങ്ങളെല്ലാം നിസ്സഹരായിരിക്കുന്ന അവസ്ഥ. കാരണം നമുക്കും മിനിസ്ട്രിക്കെതിരെ ഒന്നും, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ്. ഞങ്ങളെല്ലാവരും 6-7 ടീച്ചർമാർ നിസ്സഹരായി നിന്ന സമയത്ത് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി 10 ദിവസത്തിനുള്ളിൽ ഈ സാറിനെ റിലീസ് ചെയ്യണമെന്ന്. 10 ദിവസത്തിനുള്ളിൽ, നിങ്ങൾ വിശ്വസിക്കുമോയെന്നറിയില്ല, കറക്റ്റ് 10-ാം ദിവസം മാൽദീവ്സ് ഗവൺമെൻറ് സാറിനെ റിലീസ് ചെയ്തു. 1 മാസം സാറ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ അക്കോമഡേഷൻ കൊടുത്തു. ഇങ്ങനെ ഒരു കേസിൽ അകപ്പെട്ട കാലം ഒരിക്കലും 14 വർഷങ്ങൾക്ക് ശേഷം പുറത്ത് വരുവുള്ളൂ. സാറിന് 2 മാസത്തെ സാലറിയും കൊടുത്ത് നാട്ടിലോട്ട് ഡീപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കയറ്റി വിടുകയാണ് ചെയ്തത്. അതോടുകൂടിയാണ് എൻ്റെ വിശ്വാസം വർദ്ധിച്ചത്. എനിക്ക് മാൽദീവ്സ് നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് കുർബാനയില്ല, പ്രാർത്ഥനകളില്ല, ഒന്നുമില്ലാത്തൊരു രാജ്യമാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ യൂട്യൂബിലൂടെ എപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ഒരു കുഞ്ഞുമോളും ഒരു മോനും ഉള്ളത്. വേറെ ആരും സഹായിക്കാനൊന്നുമില്ല. കൊച്ചിനെ നോക്കുന്നവർ ഉച്ചവരെ നോക്കും, അത് കഴിഞ്ഞ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം വന്നു. ഞാൻ വിശ്വാസിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ പറമ്പിലുള്ള മുല്ലപ്പൂ പൂത്തതിൻ്റെ മണമായിരിക്കുമെന്ന്. പക്ഷെ എനിക്കത് മനസ്സിലായില്ല. ഞാനത് വിട്ട് കളഞ്ഞു. ഞാൻ ഈ 19-ാം തീയതി ഈ ജനുവരി 19-ാം തീയതി ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ മേലെ തീർത്ഥാടന ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും മുല്ലപ്പൂവിൻ്റെ മണം വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ചേട്ടന്മാരോ ചേച്ചിമാരോ പെർഫ്യൂം അടിച്ചുകൊണ്ട് വന്നായിരിക്കുന്നു. ഞാൻ എൻ്റെ ചേട്ടായിനോട് ചോദിച്ചു, തൊട്ടടുത്തിരിക്കുന്നവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കൊന്നും തോന്നിയില്ല. അന്നാണ് എനിക്ക് മനസ്സിലായേ, എൻ്റെ അടുത്ത് മാതാവുണ്ട്, എൻ്റെ കൂടെയുണ്ട് മാതാവ്. അതെനിക്ക് മനസ്സിലാക്കത്തരാനാണ് ഇതെല്ലാം മണമായി എൻ്റെ അടുത്ത് വന്നതെന്ന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കാനഡ വിസയ്ക്ക് ഞങ്ങൾ ഏകദേശം തീരുമാനമായി. ഇനി അങ്ങനെ ഒരു പരിപാടി ഇല്ലയെന്ന് വിചാരിച്ച് ഫണ്ടെല്ലാം റിലീസ് ചെയ്തു. ഹസ്ബൻഡിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കും പോകണമെന്നായി. പൈസയെല്ലാം ഇല്ല, അക്കൗണ്ടിലാകെ 2 ലക്ഷം രൂപ. മിനിമം ഒരു 12 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കാനഡയ്ക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 3-4 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാം അങ്ങോട്ട് ചോദിക്കുന്നവർ ഇങ്ങോട്ട് 1 ലക്ഷം ചോദിക്കുന്നവൻ 5 ലക്ഷമായിട്ടും 5 ലക്ഷം ചോദിക്കുന്നവൻ 3 ലക്ഷം, അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരുപാട് എമൗണ്ട് തന്ന് 12 ലക്ഷത്തിന് പകരം 18 ലക്ഷം രൂപ ഫിക്സ്ഡ് കാണിച്ചിട്ടാണ് ഞങ്ങൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ മാതാവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഞാനും എൻ്റെ കുടുംബവും. ഞങ്ങൾ മാതാവിനെന്നും അടിമപ്പെട്ട് തന്നെ ജീവിക്കും. ഞങ്ങൾക്ക് ഇനി കാനഡയിൽ ചെന്ന്, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പള്ളികളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് എൻ്റെ മക്കളെ വിശ്വാസത്തോടെ വളർത്തണമെന്ന്. ഇപ്പം ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡുള്ള സ്ഥലത്ത് ചുറ്റും ഒരുപാട് പള്ളികളുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മക്കളും ഞങ്ങളും ഇനി മാതാവിന് സാക്ഷികളായി കാനഡയിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഞാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ, ഞങ്ങളെപ്പോലെയുള്ള വിദേശികൾക്ക് ചിലപ്പോൾ ഒരു കൊന്തയോ ഒരു കാശുരൂപമോ ഒരു തേനോ ഉപ്പോ ഒക്കെ വലിയ കാര്യങ്ങളാണ്. കാരണം ഞങ്ങൾക്ക് ഓടിയൊന്ന് ചെല്ലാൻ പള്ളികളൊന്നുമില്ല. കൊച്ചുങ്ങൾക്കൊക്കെ പനി വരുമ്പോഴും അസുഖം വരുമ്പോഴും മക്കളടക്കം വന്ന് ചോദിക്കും, അമ്മേ തേൻ തായോ, ഈച്ചോപ്പായുടെ തേൻ തായോ, ഈച്ചോപ്പായുടെ ഉപ്പ് തായോ, എൻ്റെ അസുഖം മാറുന്നു. എൻ്റെ മോൻ 1 വയസ്സേ ഉള്ളൂ. അവൻ അസുഖം കൂടിക്കഴിഞ്ഞപ്പോൾ ഈ തേൻ കാണിച്ചിട്ട് എന്നോട് തരാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന്.
അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മുസ്ലിം രാജ്യമായി കൊച്ചിനെ നോക്കുന്നവർ മുസ്ലിംസാണ്. അവർ എൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് എന്നോട് കൂടെ ചേർന്ന് ടിൻറ്റു നീ വിഷമിക്കണ്ട, നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. ഇതൊക്കെ പോരെ? നിങ്ങളും അതുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചോ, നിങ്ങൾക്ക് എല്ലാം ദൈവം കിട്ടും. ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ വിട്ടുകളയരുത്, കൂടെ നിർത്തിക്കോ. 35 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. ഞാനൊരു വിശ്വാസിയൊക്കെയാണ്, പക്ഷേ ആ വിശ്വാസമൊക്കെ അല്പവിശ്വാസിയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്ന് ഉടമ്പടി എടുത്തോ അന്ന് മുതൽ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്നു. താങ്ക് യു.